അദ്ദേഹത്തിൻ്റെ ചില കൃതികൾ, ഒന്ന് തൊളിക്കട്ടി, ഹാസ്യ ചിത്രീകരണം. അടുത്തത് എനിവേ യുവർ വൈഫ് ഈസ് സോ നൈസ്. അടുത്തത് അച്ചായൻ അമേരിക്കയിൽ. ഇതെല്ലാം ഹാസ്യ ചിത്രീകരണങ്ങളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ, അഷ്ടപഞ്ചമി യോഗം ഹാസ്യ നാടകം, ബന്ധനങ്ങൾ നാടകം, നോവലുകൾ മന്ന പൊഴിയുന്ന മണ്ണിൽ, മോശ, നെന്മാണിക്യം, ബുദ്ധൻ, സോക്രട്ടീസ്, മാർക്കപ്പോളോ, മേപ്പിൾ മരങ്ങളിൽ മഞ്ഞ് വീഴുമ്പോൾ, കഥ പറയുന്ന കല്ലുകൾ, ഫ്ലൂ, ശ്രീബുദ്ധൻ, അത് ഇംഗ്ലീഷിലാണ്, ദ ജേർണി, അച്ചായൻ അമേരിക്കൽ എന്നുള്ളത് ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരം, സ്വയംവരം, പിന്നെ അനവധി പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ അവസരത്തിൽ ഞാൻ ഒരു കൂട്ടം അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ടൊറോണ്ടോയിലെ ഹോസ്പിറ്റലിൽ 1.5 മാസമായിട്ട് വെന്റിലേറ്ററിലാണ്. ഞാൻ അവർക്ക് വേണ്ടി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കഥ പറയുന്ന കല്ലുകൾ എന്ന ആ പുസ്തകം പ്രകാശനം തിരുവല്ല അടുത്തത് മന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന് കേട്ടിട്ടുള്ള ഒരു സിനിമയുണ്ട്. ആ മാന്നാറിൽ വെച്ചായിരുന്നു പ്രകാശനം. ഞാൻ അവസരത്തിൽ കൊച്ചിയിലുണ്ടായിരുന്നു. അദ്ദേഹം വിളിച്ചു. അത് കേരളത്തിലെ പ്രകാശന കർമ്മത്തിലും പങ്കെടുക്കാനുള്ള ഒരു അസുലഭമായ ഭാഗ്യം അന്ന് എനിക്കുണ്ടായി. അതിനുശേഷം ഈ പ്രാവശ്യവും ഞാൻ കേരളത്തിൽ ഏകദേശം 2.5 മാസം പൈങ്ങോട്ടൂർ തൊടുപുഴ അടുത്ത് മാത്യു മേരിക്കുന്ന് സാറിൻ്റെ ഒക്കെ വീടിൻ്റെ അടുത്തൊക്കെ ആയിട്ട് പൈങ്ങോട്ടൂർ എന്ന് പറയും. ഇദ്ദേഹം ഒരു പൊത്താനിക്കാട് നേരം വന്നിട്ടുണ്ട്. ഇതിലൂടെ കണ്ട് സന്തോഷം. അതിനപ്പുറം പിന്നീട് ഞാനിങ്ങനെ കൊച്ചിയിലും പൈങ്ങോട്ടൂരും ഒക്കെ ആയിട്ട് കഴിഞ്ഞു. ഞാനും രോഗബാധിതനായിരുന്നു. ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അങ്ങനെ ഹോസ്പിറ്റൽ അവിടെ ഒരു നമ്മുടെ MLA അവിടെ വീണല്ലോ, ഉമ തോമസ്. ആ അവസരത്തിൽ ഞാനും ആ ഹോസ്പിറ്റലിലുണ്ട്. സത്യത്തിൽ ആ ഹോസ്പിറ്റലിൽ ഔട്ട് പേഷ്യൻ്റ് ആയിട്ട് ഞാനുണ്ട്. അപ്പോൾ അതൊന്ന് സന്ദർശികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. പ്രത്യേകിച്ച് ഈ നോവല് മണ്ണിന്റെ മണമുള്ള ഒരു നോവൽ, കേരള മണ്ണിന്റെയും അമേരിക്കൻ മണ്ണിന്റെയും മണമുള്ള ഒരു നോവൽ. അത് നമ്മുടെ അനുദിന ജീവിതത്തെ വളരെ ഗാഢമായി സ്പർശിക്കുന്ന ഒരു നോവലാണ്. ചിലരുടെയെങ്കിലും ഇത് ഞാനാണോ എന്ന് ഒരുപക്ഷെ തോന്നിയേക്കാം. പക്ഷെ അതെല്ലാം സാന്ദർഭികമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം വളർന്ന തിരുവല്ല, മധ്യ തിരുവിതാംകൂർ, അവിടെയുള്ള ജനങ്ങളുടെ ജീവിത വർണ്ണനകളുണ്ട്. അതിനുശേഷം അമേരിക്കയിലേക്ക് കുടിയേറിയ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് 70കളിൽ കപ്പലുകളിൽ, 70കൾക്ക് മുമ്പ് കപ്പലുകളിലാണല്ലോ ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരുന്നത്, ഇവിടെ കുടിയേറ്റം. ആ ചരിത്രം, അതായത് ഒരു ചരിത്രം നോവൽ എന്നുകൂടെ വേണമെങ്കിൽ പറയാം. ആദ്യകാല മലയാളി കുടിയേറ്റക്കാരുടെ ജീവിതായോധന ചരിത്രം, അവരെങ്ങനെ ഇവിടെ സർവൈവ് ചെയ്തു, അത് വളരെ കുറച്ചൊക്കെ ഹാസ്യമുണ്ട് ഇതിനകത്ത്. അപ്പോ അത് ഇത്രയേ ഉള്ളൂ. അത് ഇവിടെ മധ്യ തിരുവിതാംകൂറിന്റെ സാമ്പത്തിക സ്രോതസ്, കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ വിദേശ മലയാളികളാണെന്ന് നമുക്കറിയാമല്ലോ. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ഇവിടെ ആദ്യകാലത്ത് കുടിയേറിയ മലയാളി നേഴ്സുമാർ. അപ്പൊ അവരുടെ വാലെ തൂങ്ങി, അദ്ദേഹത്തിന്റെ ഭാഷയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഞാനല്ല. അവരുടെ വാലിൽ തൂങ്ങി ധാരാളം പേര്, യോഗ്യതയുള്ളവരും യോഗ്യതയില്ലാത്തവരുമായ ആളുകള് അമേരിക്കയിലെത്തി. ഓക്കെ, ആദ്യകാലത്ത് അദ്ദേഹത്തിന്റെ കഥയിൽ പറയുന്നു, അന്നമ്മ അത് രജിസ്റ്റേർഡ് നേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, ഡൽഹിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അന്നമ്മയെ വിവാഹം കഴിച്ച സണ്ണി എന്ന MA ബിരുദധാരി അവിടെ തിരുവല്ലയിൽ നിന്ന് വരികയാണ്. ഓക്കെ, സണ്ണിക്കാരി MA ആണ്, നല്ല പഠിപ്പൊക്കെ ഉണ്ട്. പക്ഷേ അവര് ഈ അന്നമ്മ അമേരിക്കയിൽ എത്തിയത് 6 നഴ്സസ് ഒപ്പമാണ്. 6 പേർക്ക് ഒരുമിച്ച് വീസ കിട്ടി. അവർ കപ്പലിൽ യാത്ര ചെയ്തു ഇവിടെ എത്തി. അന്നമ്മ ആദ്യം തന്നെ പരീക്ഷ പലതെഴുതി തോറ്റു തുന്നം പാടി. പിന്നീട്
പഠിച്ചു. നഴ്സിംഗ് സ്കൂളിൽ ഇവിടെ പോയി പല അഭ്യാസങ്ങൾ നടത്തി. ചോദ്യപേപ്പർ ഫ്രീ ആയിട്ട് അടിച്ചെടുക്കാവും, അതും ശ്രമിച്ചു. അവസാനം ചോദ്യപേപ്പർ കിട്ടിയില്ല, ചോർച്ച ഉണ്ടായില്ല. അവര് ഈ റോബർട്ട് ബ്രൂസ് ചാടുന്ന മാതിരി 11ാം വട്ടം ചാടി നമ്മുടെ അന്നമ്മ ആറൻ എന്ന പരീക്ഷ പാസ്സായി. ആറൻ ജോലി കിട്ടി, ടൊറോണ്ടോയിൽ ജോലി ആരംഭിച്ചു. അതിനുശേഷം ജോലി കഴിഞ്ഞ ശേഷം നാട്ടിലേക്ക് പോവുകയാണ്. വിവാഹം കഴിക്കണം ഒക്കെ പത്രത്തിൽ പരസ്യം ചെയ്തു. അന്നമ്മയെ കെട്ടാൻ അമേരിക്കൻ നേഴ്സ് ഇവിടെ എയർ ഇന്ത്യയിൽ വന്നിറങ്ങുന്നു. അപ്പോ കെട്ടാനായിട്ട് ആളുകളെ ക്യൂ നിൽക്കുകയാണ്. ധാരാളം പേര് MA-ക്കാര്, ഡോക്ടേഴ്സ്, MSc-ക്കാരെല്ലാം ക്യൂ നിൽക്കുകയാണ്. അപ്പോ അന്നമ്മയുടെ കഴുത്തിൽ ഒക്കെ മാല ചാർത്താനുള്ള സൗഭാഗ്യം വന്നത് നമ്മുടെ പ്രിയപ്പെട്ട സണ്ണി ആണ്. MA സണ്ണി എഴുമറ്റൂർ സാർ അല്ല കേട്ടോ. അപ്പോ ഇങ്ങോട്ട് കുടിയേറി അപ്പൊ കുടിയേറി അദ്ദേഹം അന്നമ്മ കല്ലെ പിളർക്കുന്ന ആജ്ഞാപനമായിരുന്നു അന്നമ്മയ്ക്ക് എപ്പോഴും. സണ്ണി കുടിയേറിയിട്ടും സണ്ണിക്ക് ഇംഗ്ലീഷ് ശരിയായിട്ട് പിടിയില്ല. MA-യാണ്, നമുക്ക് ഇംഗ്ലീഷ് നല്ല സ്ഫുടമായിട്ട് പറയും. അപ്പോ സണ്ണിക്ക് ഇംഗ്ലീഷ് വലിയ പിടിയില്ല. അതുകൊണ്ട് അന്നമ്മ പറഞ്ഞു, ഈ അപ്പാർട്ട്മെന്റിൽ നിങ്ങൾ കുത്തിയിരുന്നോളണം, ആരും വന്ന് ബെല്ലടിച്ചാലും ആൻസർ ചെയ്യരുത്, ആരോടും ഫോൺ പോലും എടുക്കരുത്. ഫോൺ വന്നു കഴിഞ്ഞാൽ എനിക്ക് തരാവുള്ളൂ, സംസാരിക്കരുത്. കല്ലെ പിളർക്കുന്ന ആജ്ഞ എല്ലാ അർത്ഥത്തിൽ. അപ്പൊ സണ്ണി പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ജോലി തനിക്കിപ്പോ തൽക്കാലം ഒരു ജോലി ചെയ്യരുത്, ഞാൻ 2.5 ചെയ്തോളാം, തന്നെ തീറ്റി പൂറ്റിക്കൊള്ളാം. താൻ ഇവിടെ കുത്തിയിരിക്കുക, പാത്രം കഴുകുക, വീടെല്ലാം ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങള് തനിക്ക് പിന്നെ ഉറങ്ങിക്കും. അപ്പൊ സണ്ണി ആകപ്പാട് ഒരു വെപ്രാളത്തിലായി. അമേരിക്കയിൽ വന്നു, അല്ല ഈ പറയുന്നത് കാനഡയിൽ വന്നു പെട്ടു. എന്നാലും എന്ത് ചെയ്യാനാണ്? അന്നമ്മയെ കാണുമ്പോൾ സണ്ണിക്ക് വിറയലായപ്പോൾ, ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അന്നമ്മ എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോ സണ്ണിയുടെ ജീവിതം ബുദ്ധിമുട്ടിലാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഈ പറയുന്ന സണ്ണിയും അന്നമ്മയും താമസിക്കുന്ന വീടിന്റെ അടുത്ത് പോൾ എന്നുള്ള മറ്റൊരു മലയാളി നേഴ്സിനെ കെട്ടി പോൾ വന്നിരിക്കുകയാണ്. പോളും ഇങ്ങനെ കുറെയൊക്കെ സഹിച്ചു. അവസാനം പോൾ എന്ത് ചെയ്തു? പോളിന്റെ ഭാര്യയുടെ പേരാണ് ആച്ചിയമ്മ. ഒരു പ്രകാരത്തില് ആച്ചിയമ്മയെ സോപ്പിട്ട് സുഖിപ്പിച്ച് പോൾ കുറച്ചൊക്കെ വെളിയിലേക്ക് ശ്വാസം വിടാനായിട്ട് ചാടി. പോൾ അതിനുശേഷം റിയൽ എസ്റ്റേറ്റിലേക്ക് ചാടി. അദ്ദേഹം പഴയ കെട്ടിടങ്ങള് പണിത് അത് വിൽക്കാൻ ആരംഭിച്ചു. അങ്ങനെ പോളിന് സ്വയം ഒരു നിൽക്കക്കണ്ണിയായി, സ്വയം അഡ്രസ്സായി, ബാങ്ക് ബാലൻസ് ആയി. അങ്ങനെ പോള് ഒരിക്കൽ ഈ പറയുന്ന അന്നമ്മയുടെ വീട്ടില് അന്നമ്മ ജോലി ചെയ്യുമ്പോൾ വാതിൽ വന്ന് മുട്ടി വിളിക്കുന്നു. പോള് ഈ പറയുന്ന നമ്മുടെ സണ്ണി വിറച്ചു വാതിൽ തുറന്നു. എന്നോട് അന്നമ്മ പറഞ്ഞിരിക്കുന്നു വാതിൽ തുറക്കരുത്, എന്താണെങ്കിലും പേടിച്ച്. അപ്പൊ പോള് പറഞ്ഞു, എന്റെ കൂടെ ചേർന്നു സാറും തിരുവല്ലായിൽ ആ ഭാഗത്ത് നിന്ന് മല്ലപ്പുഴയിൽ നിന്ന് എവിടെയോ വന്നാണ്, മറ്റൊരു എഴുതിയിട്ടുള്ളൂ. അപ്പോ വന്നു. അപ്പൊ കൂടിക്കോന്ന് പറഞ്ഞു. ഞാൻ നോക്കട്ടെ, അന്നമ്മയോട് പെർമിഷൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ഏതാണെങ്കിലും ഇങ്ങനെ വാതിലിൽ മുട്ടി തുറക്കരുതെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം പറഞ്ഞില്ല. പിന്നെ ഒരിക്കൽ ഒരു സുപ്രഭാതത്തില് അന്നമ്മ വന്ന് പറഞ്ഞു, ഒരു കോളും ആശയമുണ്ട്, ഓക്കെ, അവരുടെ കൂടെ വേണമെങ്കിൽ തന്നെ ഞാൻ ഒരു ചെറിയ പണിക്ക് വിടാം. അപ്പോ ഇദ്ദേഹത്തിന് സന്തോഷമായി. ഇദ്ദേഹം പണ്ട് ഇവരെ കണ്ട് പരിചയപ്പെട്ട് ഇവരൊന്നും പറഞ്ഞില്ല. അപ്പോ അവിടെ ചെന്നു. അപ്പൊ അവിടെ വന്ന് പുള്ളി കുറെ പണികളൊക്കെ പഠിച്ചു. അതിനുശേഷം പുള്ളി സ്വന്തം ബേസ്മെന്റ് പെർമിഷനൊക്കെ എടുക്കണം. അപ്പൊ പോള് പറയും, പെർമിഷനൊക്കെ എടുത്താൽ ടാക്സ് കൂടും, അതുകൊണ്ട് സിറ്റിയുടെ പെർമിഷൻ ഒന്നും എടുക്കണ്ട,
അവിടെ അങ്ങോട്ട് തന്നെ അങ്ങോട്ട് പണിതു. അങ്ങനെ അദ്ദേഹം അവിടെ പണിതു പതുക്കെ. അതിനിടയിൽ ഒരു പെൺകുഞ്ഞ് പറഞ്ഞു അന്നമ്മയ്ക്കും സണ്ണിക്കുമായിട്ട്. അപ്പോ അന്നമ്മ പറഞ്ഞു, നിങ്ങൾക്ക് ആർജവമില്ല, നമുക്ക് വേണ്ടത് ഒരു ആൺകുഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ശരിയായ ഉന്മേഷവും ആർജവവും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പെൺകുഞ്ഞ് പറഞ്ഞത്. പെൺകുഞ്ഞിന് വിലയില്ല എവിടെയാണെങ്കിലും, അതുകൊണ്ട് നിങ്ങൾ പോക്ക എന്ന് പറഞ്ഞു. അപ്പോ ഇയാൾക്ക് നാക്ക് ഉയർന്നതാണ്, ആർജവം നിനക്കും വേണമല്ലോ, പക്ഷെ പറഞ്ഞില്ല, പേടിച്ചിട്ട്. അതിനുശേഷം പിന്നീട് ശരി അടുത്തത് ആൺകുഞ്ഞായില്ല. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ സോറി, അപ്പൊ കഥ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റിയിട്ടാണ് ഞാൻ പാലിക്കാൻ. അതിനുശേഷം രണ്ടാമതും പറഞ്ഞത് ഒരു പെൺകുഞ്ഞാണ്. അന്നേരം തന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതാ, താനൊരു വായു വസ്തുവ. എന്ത് ചെയ്യാൻ രണ്ടാമത് അദ്ദേഹത്തിന്റെ ചില കൃതികള്, ഒന്ന് തൊളിക്കട്ടി ഹാസ്യ ചിത്രീകരണം, അടുത്തത് എനിവേ യുവർ വൈഫ് ഈസ് സോ നൈസ്, അടുത്തത് അച്ചായൻ അമേരിക്കയിൽ. ഇതെല്ലാം ഹാസ്യ ചിത്രീകരണങ്ങളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ നാടകങ്ങൾ, അഷ്ടപഞ്ചമി യോഗം ഹാസ്യ നാടകം, ബന്ധനങ്ങൾ നാടകം, നോവലുകൾ മന്ന പൊഴിയുന്ന മണ്ണിൽ, മോശ, നെന്മാണിക്യം, ബുദ്ധൻ, സോക്രട്ടീസ്, മാർക്കപ്പോളോ, മേപ്പിൾ മരങ്ങളിൽ മഞ്ഞ് വീഴുമ്പോൾ, കഥ പറയുന്ന കല്ലുകൾ, ഫ്ലൂ, ശ്രീബുദ്ധൻ, അത് ഇംഗ്ലീഷിലാണ്, ദ ജേർണി, അച്ചായൻ അമേരിക്കൻ എന്നുള്ളത് ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ കഥാസമാഹാരം, സ്വയംവരം, പിന്നെ അനവധി പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ അവസരത്തിൽ ഞാൻ ഒരു കൂട്ടം അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ടൊറോണ്ടോയിലെ ഹോസ്പിറ്റലിൽ 1.5 മാസമായിട്ട് വെന്റിലേറ്ററിലാണ്. ഞാൻ അവർക്ക് വേണ്ടി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കഥ പറയുന്ന കല്ലുകൾ എന്ന ആ പുസ്തകം പ്രകാശനം തിരുവല്ല അടുത്തത് മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന് കേട്ടിട്ടുള്ള ഒരു സിനിമയുണ്ട്. ആ മാന്നാറിൽ വെച്ചായിരുന്നു പ്രകാശനം. ഞാൻ അവസരത്തിൽ കൊച്ചിയിലുണ്ടായിരുന്നു. അദ്ദേഹം വിളിച്ചു. അത് കേരളത്തിലെ പ്രകാശന കർമ്മത്തിലും പങ്കെടുക്കാനുള്ള ഒരു അസുലഭമായ ഭാഗ്യം അന്ന് എനിക്കുണ്ടായി. അതിനുശേഷം ഈ പ്രാവശ്യവും ഞാൻ കേരളത്തില് ഏകദേശം 2.5 മാസം പൈങ്ങോട്ടൂർ തൊടുപുഴ അടുത്ത് മാത്യുകുന്ന് സാറിന്റെ ഒക്കെ വീടിന്റെ അടുത്തൊക്കെ ആയിട്ട് പൈങ്ങോട്ടൂർ എന്ന് പറയും. ഇദ്ദേഹം ഒരു പൊത്താനിക്കാട് നേരം വന്നിട്ടുണ്ട് ഇതിവിടെ കണ്ട് സന്തോഷം. അതിനപ്പുറം പിന്നീട് ഞാനിങ്ങനെ കൊച്ചിയിലും പൈങ്ങോട്ടൂരും ഒക്കെ ആയിട്ട് കഴിഞ്ഞു. ഞാനും രോഗബാധിതനായിരുന്നു, ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അങ്ങനെ ഹോസ്പിറ്റൽ അവിടെ ഒരു നമ്മുടെ MLA അവിടെ വീണല്ലോ, ഉമ തോമസ്. ആ അവസരത്തിൽ ഞാനും ആ ഹോസ്പിറ്റലിലുണ്ട്. സത്യത്തിൽ ആ ഹോസ്പിറ്റലില് ഔട്ട് പേഷ്യന്റ് ആയിട്ട് ഞാനുണ്ട്. അപ്പോ അതൊന്ന് സന്ദർശികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. പ്രത്യേകിച്ച് ഈ നോവല് മണ്ണിന്റെ മണമുള്ള ഒരു നോവൽ, കേരള മണ്ണിന്റെയും അമേരിക്കൻ മണ്ണിന്റെയും മണമുള്ള ഒരു നോവൽ. അത് നമ്മുടെ അനുദിന ജീവിതത്തെ വളരെ ഗാഢമായി സ്പർശിക്കുന്ന ഒരു നോവലാണ്. ചിലരുടെയെങ്കിലും ജീവിത ഇത് ഞാനാണോ എന്ന് ഒരുപക്ഷെ തോന്നിയേക്കാം. പക്ഷെ അതെല്ലാം സാന്ദർഭികമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം വളർന്ന തിരുവല്ല മധ്യ തിരുവിതാംകൂർ, അവിടെയുള്ള ജനങ്ങളുടെ ജീവിത വർണ്ണനകളുണ്ട്. അതിനുശേഷം അമേരിക്കയിലേക്ക് കുടിയേറിയ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് 70കളിൽ കപ്പലുകളിൽ, 70കൾക്ക് മുമ്പ് കപ്പലുകളിലാണല്ലോ ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരുന്നത്, ഇവിടെ കുടിയേറ്റം. ആ ചരിത്രം, അതായത് ഒരു ചരിത്രം നോവൽ എന്നുകൂടെ വേണമെങ്കിൽ പറയാം. ആദ്യകാല മലയാളി കുടിയേറ്റക്കാരുടെ ജീവിതായോധന ചരിത്രം, അവരെങ്ങനെ ഇവിടെ സർവൈവ് ചെയ്തു, അത് വളരെ കുറച്ചൊക്കെ ഹാസ്യമുണ്ട് ഇതിനകത്ത്. അപ്പോ അത് ഇത്രയേ ഉള്ളൂ. അത് ഇവിടെ മധ്യ തിരുവിതാംകൂറിന്റെ സാമ്പത്തിക സ്രോതസ്, കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ
വിദേശ മലയാളികളാണെന്ന് നമുക്കറിയാമല്ലോ. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ഇവിടെ ആദ്യകാലത്ത് കുടിയേറിയ മലയാളി നേഴ്സുമാർ. അപ്പൊ അവരുടെ വാലെ തൂങ്ങി, അദ്ദേഹത്തിന്റെ ഭാഷയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഞാനല്ല അത്. അദ്ദേഹത്തിന് അവരുടെ വാലിൽ തൂങ്ങി ധാരാളം പേര്, യോഗ്യതയുള്ളവരും യോഗ്യതയില്ലാത്തവരുമായ ആളുകള് അമേരിക്കയിലെത്തി. ഓക്കെ, ആദ്യകാലത്ത് അദ്ദേഹത്തിന്റെ കഥയിൽ പറയുന്നു, അന്നമ്മ അത് രജിസ്റ്റേർഡ് നേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, ഡൽഹിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അന്നമ്മയെ വിവാഹം കഴിച്ച് സണ്ണി എന്ന MA ബിരുദധാരി അവിടെ തിരുവല്ലയിൽ നിന്ന് വരികയാണ്. ഓക്കെ, സണ്ണിക്കാരി MA ആണ്, നല്ല പഠിപ്പൊക്കെ ഉണ്ട്. പക്ഷേ അവര് ഈ അന്നമ്മ അമേരിക്കയിൽ എത്തിയത് 6 നഴ്സസ് ഒപ്പമാണ്. 6 പേർക്ക് ഒരുമിച്ച് വീസ കിട്ടി. അവർ കപ്പലിൽ യാത്ര ചെയ്തു ഇവിടെ എത്തി. അന്നമ്മ ആദ്യം തന്നെ പരീക്ഷ പലതെഴുതി തോറ്റു തുന്നം പാടി. പിന്നീട് പഠിച്ചു, നഴ്സിംഗ് സ്കൂളിൽ ഇവിടെ പോയി പല അഭ്യാസങ്ങൾ നടത്തി. ചോദ്യപേപ്പർ ഫ്രീ ആയിട്ട് അടിച്ചെടുക്കാവും, അതും ശ്രമിച്ചു. അവസാനം ചോദ്യപേപ്പർ കിട്ടിയില്ല, ചോർച്ച ഉണ്ടായില്ല. അവര് ഈ റോബർട്ട് ക്രൂസ് ചാടുന്ന മാതിരി 11ാം വട്ടം ചാടി നമ്മുടെ അന്നമ്മ RN എന്ന പരീക്ഷ പാസ്സായി. RN ജോലി കിട്ടി, ടൊറോണ്ടോയിൽ ജോലി ആരംഭിച്ചു. അതിനുശേഷം ജോലി കഴിഞ്ഞ ശേഷം നാട്ടിലേക്ക് പോവുകയാണ്. വിവാഹം കഴിക്കണം. ഒക്കെ പത്രത്തിൽ പരസ്യം ചെയ്തു. അന്നമ്മയെ കെട്ടാൻ അമേരിക്കൻ നേഴ്സ് ഇവിടെ എയർ ഇന്ത്യയിൽ വന്നിറങ്ങുന്നു. അപ്പോ കെട്ടാനായിട്ട് ആളുകളെ ക്യൂ നിൽക്കുകയാണ്. ധാരാളം പേര്, MA-ക്കാര്, ഡോക്ടേഴ്സ്, MSc-ക്കാരെല്ലാം ക്യൂ നിൽക്കുകയാണ്. അപ്പോ അന്നമ്മയുടെ കഴുത്തിൽ ഒക്കെ മാല ചാർത്താനുള്ള സൗഭാഗ്യം വന്നത് നമ്മുടെ പ്രിയപ്പെട്ട സണ്ണി ആണ്. MA സണ്ണി എഴുമറ്റൂർ സാർ അല്ല കേട്ടോ, അപ്പോ ഇങ്ങോട്ട് കുടിയേറി അപ്പൊ കുടിയേറി അദ്ദേഹം അന്നമ്മ കല്ലെ പിളർക്കുന്ന ആജ്ഞാപനമായിരുന്നു അന്നമ്മയ്ക്ക് എപ്പോഴും. സണ്ണി കുടിയേറിയിട്ടും സണ്ണിക്ക് ഇംഗ്ലീഷ് ശരിയായിട്ട് പിടിയില്ല. കാര്യം MA-യാണ്, നമുക്ക് ഇംഗ്ലീഷ് നല്ല സ്ഫുടമായിട്ട് പറയും. അപ്പോ സണ്ണിക്ക് ഇംഗ്ലീഷ് വലിയ പിടിയില്ല. അതുകൊണ്ട് അന്നമ്മ പറഞ്ഞു, ഈ അപ്പാർട്ട്മെന്റിൽ നിങ്ങൾ കുത്തിയിരുന്നോളണം, ആര് വന്ന് ബെല്ലടിച്ചാലും ആൻസർ ചെയ്യരുത്, ആരോടും ഫോൺ പോലും എടുക്കരുത്. ഫോൺ വന്നു കഴിഞ്ഞാൽ എനിക്ക് തരാവുള്ളൂ, സംസാരിക്കരുത്. കല്ലെ പിളർക്കുന്ന ആജ്ഞ എല്ലാ അർത്ഥത്തിലും. അപ്പൊ സണ്ണി പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ജോലി തനിക്കിപ്പോ തൽക്കാലം ഒരു ജോലി ചെയ്യരുത്, ഞാൻ 2.5 ചെയ്തോളാം, തന്നെ തീറ്റി പോറ്റിക്കോളാം. കാരണം ഇവിടെ കുത്തിയിരിക്കുക, പാത്രം കഴുകുക, വീടെല്ലാം ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ തനിക്ക് പിന്നെ ഉറങ്ങിക്കും. അപ്പൊ സണ്ണി ആകപ്പാട് ഒരു വെപ്രാളത്തിലായി. അമേരിക്കയിൽ വന്നു, അല്ല ഈ പറയുന്നത് കാനഡയിൽ വന്നു പെട്ടു. എന്നാലും എന്ത് ചെയ്യാനാണ്, അന്നമ്മയെ കാണുമ്പോൾ സണ്ണിക്ക് വിറയലായപ്പോൾ ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അന്നമ്മ എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോ സണ്ണിയുടെ ജീവിതം ബുദ്ധിമുട്ടിലാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഈ പറയുന്ന സണ്ണിയും അന്നമ്മയും താമസിക്കുന്ന വീടിന്റെ അടുത്ത് പോൾ എന്നുള്ള മറ്റൊരു മലയാളി നേഴ്സിനെ കെട്ടി പോൾ വന്നിരിക്കുകയാണ്. പോളും ഇങ്ങനെ കുറെയൊക്കെ സഹിച്ചു. അവസാനം പോൾ എന്ത് ചെയ്തു, പോളിന്റെ ഭാര്യയുടെ പേരാണ് ആച്ചിയമ്മ. ഒരു പ്രകാരത്തില് ആച്ചിയമ്മയെ സോപ്പിട്ട് സുഖിപ്പിച്ച് പോൾ കുറച്ചൊക്കെ വെളിയിലേക്ക് ശ്വാസം വിടാനായിട്ട് ചാടി. പോൾ അതിനുശേഷം റിയൽ എസ്റ്റേറ്റിലേക്ക് ചാടി. അദ്ദേഹം പഴയ കെട്ടിടങ്ങൾ പണിത് അത് വിൽക്കാൻ ആരംഭിച്ചു. അങ്ങനെ പോളിന് സ്വയം ഒരു നിൽക്കക്കണ്ണിയായി, സ്വയം അഡ്രസ്സായി, ബാങ്ക് ബാലൻസ് ആയി. അങ്ങനെ പോള് ഒരിക്കൽ ഈ പറയുന്ന അന്നമ്മയുടെ വീട്ടില് അന്നമ്മ ജോലി ചെയ്യുമ്പോൾ
വാതിൽ വന്ന് മുട്ടി വിളിക്കുന്നു. പോള് ഈ പറയുന്ന നമ്മുടെ സണ്ണി വിറച്ച് വാതിൽ തുറന്നു. എന്നോട് അന്നമ്മ പറഞ്ഞിരിക്കുന്നു വാതിൽ തുറക്കരുത്, എന്താണെങ്കിലും പേടിച്ച്. അപ്പൊ പോള് പറഞ്ഞു എന്റെ കൂടെ ചേർന്നു. സാറും തിരുവല്ലായിൽ ആ ഭാഗത്ത് നിന്ന് മല്ലപ്പുഴയിൽ നിന്ന് എവിടെയോ വന്നാണ്, മറ്റൊരു എഴുതിയിട്ടുള്ളൂ. അപ്പൊ വന്നു. അപ്പൊ കൂടിക്കോന്ന് പറഞ്ഞു. ഞാൻ നോക്കട്ടെ, അന്നമ്മയോട് പെർമിഷൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ഏതാണെങ്കിലും ഇങ്ങനെ വാതിലിൽ മുട്ടി തുറക്കരുതെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം പറഞ്ഞില്ല. പിന്നെ ഒരിക്കൽ ഒരു സുപ്രഭാതത്തില് അന്നമ്മ വന്ന് പറഞ്ഞോളൂ, അവരൊരു കോളും ആശയമുണ്ട്, ഓക്കെ, അവരുടെ കൂടെ വേണമെങ്കിൽ തന്നെ ഞാൻ ഒരു ചെറിയ പണിക്ക് വിടാം. അപ്പോ ഇദ്ദേഹത്തിന് സന്തോഷമായി. ഇദ്ദേഹം പണ്ട് ഇവരെ കണ്ട് പരിചയപ്പെട്ട് ഇവരൊന്നും പറഞ്ഞില്ല. അപ്പോ അവിടെ ചെന്നു. അപ്പൊ അവിടെ വന്ന് പുള്ളി കുറെ പണികളൊക്കെ പഠിച്ചു. അതിനുശേഷം പുള്ളി സ്വന്തം ബേസ്മെന്റ് പെർമിഷനൊക്കെ എടുക്കണം. അപ്പൊ പോള് പറഞ്ഞു പെർമിഷനൊക്കെ എടുത്താൽ ടാക്സ് കൂടും, അതുകൊണ്ട് സിറ്റിയുടെ പെർമിഷൻ ഒന്നും എടുക്കണ്ട, അവിടെ അങ്ങോട്ട് തന്നെ അങ്ങോട്ട് പണിതു. അങ്ങനെ അദ്ദേഹം അവിടെ പണിതു പതുക്കെ. അതിനിടയിൽ ഒരു പെൺകുഞ്ഞ് പറഞ്ഞു അന്നമ്മയ്ക്കും സണ്ണിക്കുമായിട്ട്. അപ്പോ അന്നമ്മ പറഞ്ഞു നിങ്ങൾക്ക് ആർജവമില്ല, നമുക്ക് വേണ്ടത് ഒരു ആൺകുഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ശരിയായ ഉന്മേഷവും ആർജവവും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പെൺകുഞ്ഞ് പറഞ്ഞത്. പെൺകുഞ്ഞിന് വിലയില്ല എവിടെയാണെങ്കിലും, അതുകൊണ്ട് നിങ്ങൾ പോക്കാം എന്ന് പറഞ്ഞു. അപ്പോ ഇയാൾക്ക് നാക്ക് ഉയർന്നതാണ്. ആർജവം നിനക്കും വേണമല്ലോ, പക്ഷെ പറഞ്ഞില്ല, പേടിച്ചിട്ട്. അതിനുശേഷം പിന്നീട് ശരി അടുത്തത് ആൺകുഞ്ഞായില്ല. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ സോറി, അപ്പൊ കഥ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റിയിട്ട് അതിനുശേഷം രണ്ടാമതും പറഞ്ഞത് ഒരു പെൺകുഞ്ഞാണ്. അന്നേരം തന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതാ, താൻ ഒരു വായു വസ്തുവാ, എന്ത് ചെയ്യാൻ രണ്ടാമത്